ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അല്ല സാർ, എന്നെ ഒന്ന് ദയവായി പുറത്താക്കി തരുമോ? എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ പലതരത്തിലും അതിനുവേണ്ടി നിങ്ങളോട് ശ്രമം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇനിയും നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കി സഹായിക്കണം, പ്ലീസ്. ഇങ്ങനെയൊരു അഭ്യർത്ഥനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ മുന്നിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എതിർക്കുന്ന ശത്രുപക്ഷത്തെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. പലവട്ടം മോദിയെയും മോദി സർക്കാരിനെയും ഒക്കെ ശശി തരൂർ പുകഴ്ത്തി കോൺഗ്രസിൻ്റെ വിരോധം ഏറ്റുവാങ്ങി തൻ്റെ പുറത്താക്കലിന് കോൺഗ്രസിൻ്റെ തീരുമാനം ത്വരിതപ്പെടുത്തുന്നതിന് ശ്രമം നടത്തി. ഇപ്പോൾ സംസ്ഥാനത്തും CPM-നെ മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തി പ്രശംസ ചൊരിഞ്ഞ് തന്നെ കോൺഗ്രസിൽ നിന്നും ഒന്ന് പുറത്താക്കി തരണേ എന്ന അഭ്യർത്ഥന വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ കൊണ്ട് വച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിപ്പോൾ വ്യവസായ പുരോഗതിയുടെ ഒരു മഴക്കാലം തന്നെ നിലവിൽ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷനുകൾ സംബന്ധിച്ചിട്ടുള്ള ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിനെ അവലംബിച്ചുകൊണ്ട് അടുത്ത പുകഴ്ത്തൽ ആരംഭിച്ചത്. എല്ലാവരും ഇപ്പോൾ ശശി തരൂരിന് എതിരായി തിരിഞ്ഞു പറയുന്നുണ്ടെങ്കിലും, എല്ലാവരും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ ഉദ്ദേശിച്ചാണ്, സംസ്ഥാന നേതാക്കളും ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന വേണുഗോപാലിനെ പോലുള്ള നേതാക്കളും ഒക്കെ ശശി തരൂരിനെതിരെ ആക്രമണം തുടങ്ങിയെങ്കിലും അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് തരൂരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നില്ല എന്നുള്ളതാണ്. തരൂര് പഠിച്ച പണി 18 നടത്തി നോക്കിയിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിനെ ഒന്നും പുറത്താക്കുന്നില്ല. പുറത്താക്കി കഴിഞ്ഞിട്ട് വേണം കക്ഷിക്ക് അടുത്ത ബസ് കയറാൻ. ഈ ബസ് ഡൽഹിയിലെ ഏതെങ്കിലും മന്ത്രി സ്ഥാനം, കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശശി തരൂരിനെ പോലുള്ള ഒരു വിശ്വപൗരൻ എന്ന് സ്വയം പറയുന്ന ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം തോന്നിയാൽ കുറ്റം പറയാനില്ല താനും. അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയത് മുതൽ അങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും തരൂരിനെ വലുതായിട്ട് അങ്ങ് മൈൻഡ് ചെയ്യുന്നു എന്ന് പറയാനും വയ്യ. സംസ്ഥാന കോൺഗ്രസിനകത്താണെങ്കിൽ തരൂരിനോട് വിയോജിപ്പുള്ള നിരവധി പേരുണ്ട് താനും. കാരണം തരൂർ ഇങ്ങനെ അടിച്ചു കയറി മുകളിലേക്ക് വരുന്നത് കോൺഗ്രസിലെ പലർക്കും സഹിക്കാനാവുന്നില്ല എന്നുള്ള വസ്തുത വേറെയും ഉണ്ട്. എന്തായാലും ഈ ശശി തരൂരിൻ്റെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെയും വ്യവസായ വകുപ്പിനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് VD സതീശൻ ഒറ്റ ചോദ്യം കൊണ്ട് തളച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഈ CPM-ൻ്റെ ഈ വ്യവസായ നയത്തെയും പരിപാടികളെയും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: സംരംഭങ്ങളൊക്കെ കൂടിയെങ്കിൽ GDP വിഹിതം ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റായി കേരളം മാറിയത് എന്തുകൊണ്ടാണ്? ഇതാണ് സതീശൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് നേരിട്ട് ഇതുവരെ ശശി തരൂർ ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പറയാൻ ഉത്തരമൊന്നുമില്ല എന്നുള്ള വസ്തുത ഉള്ളതുകൊണ്ടാണ്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം
എങ്ങനെയായാലും കോൺഗ്രസ് വിരോധം ഉണ്ടാക്കുക, വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിറഞ്ഞാടുക, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹം കാണിച്ചു തരുന്ന വസ്തുതകൾ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇദ്ദേഹം CPM-നെതിരായിട്ട് ഒരു വലിയ പോസ്റ്റ് ഇട്ടു. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ. ആ കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ CPM കൊലപ്പെടുത്തിയ 2 ചെറുപ്പക്കാരെക്കുറിച്ച്, കൃപേഷ് ലാൽ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പോസ്റ്റിന് താഴെ തരൂരിന് നിരവധി ആക്ഷേപങ്ങൾ കമൻ്റ് രൂപേണ കിട്ടുകയും ചെയ്തു. ഇങ്ങനെ നരഭോജികൾ എന്ന് താങ്കൾ ഇപ്പോൾ ആക്ഷേപിച്ച ഈ പ്രസ്ഥാനത്തെയും നേതാക്കളെയും കുറിച്ചാണോ 2 ദിവസം മുമ്പ് നിങ്ങൾ പുകഴ്ത്തുന്നതിന് വേണ്ടി ഉള്ള നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത് എന്ന് പലരും കമൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ശശി തരൂരിന് വെളിപാടുണ്ടായി. അദ്ദേഹം തിരുത്തി കുറിപ്പിടുകയും ചെയ്തു. നരഭോജിയെല്ലാം മാറ്റിയിട്ട് അദ്ദേഹം ഈ CPM കൊലപ്പെടുത്തിയ നമ്മുടെ കുട്ടികൾ എന്ന നിലയിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു. എന്ന് പറഞ്ഞാൽ നരഭോജി എന്ന് പറഞ്ഞത് അദ്ദേഹം പിൻവലിച്ചു. അത് രണ്ടും ഒത്തുചേർന്ന് പോകുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മാറ്റി പറഞ്ഞത്. തരൂരിൻ്റെ പ്രകടനങ്ങളെല്ലാം കാണിക്കുന്നത് തരൂര് ഇനി എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ചാച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് തീർച്ചയായും വളരെ വൈകാതെ BJP ലാവണത്തിലേക്ക് എത്താനുള്ളതാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് ആസന്ന ഭാവിയിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസ് പുറത്താക്കിയിട്ട് അദ്ദേഹം അവിടെ പോയി ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിരിപ്പ് നല്ലതുപോലെ വായിച്ചവരാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. KC വേണുഗോപാലിനെ പോലെ മിടുക്കരായ നേതാക്കൾക്ക് ഇതെല്ലാം ഊഹിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയിട്ട് അവിടെ പോയി കയറേണ്ട, അതിനുള്ള വഴി സ്വയം കണ്ടെത്തിക്കൊള്ളൂ എന്നുള്ള മട്ടിലാണ് കോൺഗ്രസ്. എന്ത് പറഞ്ഞാലും കോൺഗ്രസ് അങ്ങ് പൊതിഞ്ഞു പിടിക്കും എന്നുള്ളതായിരുന്നു തരൂരിൻ്റെ മനസ്സിലിരിപ്പ്. പക്ഷേ ഇപ്പോൾ സംഘം ചേർന്ന് തന്നെ സംസ്ഥാന നേതൃത്വം കുടഞ്ഞെറിയുകയാണ് തരൂരിനെ. പണ്ട് തന്നോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് KPCC പ്രസിഡന്റ് സുധാകരന് അല്പം ഒരു പ്രിയം തരൂരിനോടുണ്ടായിരുന്നെങ്കിൽ മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ അദ്ദേഹവും തള്ളിപ്പറയാൻ നിർബന്ധിതനായി. അത് മിതമായ ഭാഷയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട് എന്ന മട്ടിൽ. പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അപ്രീതി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഒരു CPM-നോട് മിതമായി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപമായി ഇപ്പോൾ സംസ്ഥാനത്ത് മുഴച്ചു നിൽക്കുന്നത്. അതും നിലവിൽ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ കൺവെൻഷൻ തന്നെ വിളിക്കുന്ന സാഹചര്യത്തിൽ തരൂര് ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത് തന്നെയാണ്. എന്തായാലും സാർ, എന്നെ ഒന്ന് ദയവ് ചെയ്ത് പുറത്താക്കി സഹായിക്കണം എന്ന തരൂരിൻ്റെ അപേക്ഷയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം നോക്കിക്കാണാൻ കഴിയുന്നത്. ഇതാണ് വസ്തുത. ഇത് മാത്രമാണ് തരൂരിനെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ വസ്തുതയും.